നമ്മുടെ മാർക്ക് സക്കറണ്ണൻ വാട്സപ്പിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. സക്കറണ്ണന് കുറുമ്പ് ഇച്ചിരി കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം കുറച്ച് അപ്ഡേറ്റുകളൊക്കെ കുറച്ച് തലവേദന തരുന്ന സാധനങ്ങളൊക്കെയാണ്. ഒന്നാമത്തത് വോയിസ് സ്റ്റാറ്റസ് ഇടാൻ പറ്റും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നത് നിങ്ങളെ ഞാൻ അറിയിച്ചുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ഏവനെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് വന്നാൽ, ശോകം വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കാൻ പറ്റൂല. അവൻ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നെങ്കിൽ സ്റ്റാറ്റസ്, അവൻ തിന്നുന്നത് സ്റ്റാറ്റസ്, അവൻ മുട്ടായി തിന്നിട്ട് മുട്ടായി തോല് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നത് സ്റ്റാറ്റസ്, ഗോയിങ് ടു കൊച്ചി, കൊച്ചിയിൽ നിന്ന് വരുന്നു, ടയർ മാറ്റുന്നില്ല, ഇതൊക്കെയാണ് അവസ്ഥ. ഇത് കൊണ്ട് തൊല്ല കേസാണ്. അപ്പോൾ ഇനി സ്റ്റാറ്റസിൽ നമുക്ക് വോയിസും കൂടി കുത്തി കയറ്റിക്കഴിഞ്ഞാൽ സമാധാനമായി. ഇനി പാട്ടായിരിക്കും, പാട്ട്. അതായത് പാട്ട് പാടാൻ വിതുമ്പി നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. എന്നാൽ അവർക്ക് പാട്ട് പാടാൻ അറിഞ്ഞൊന്നും കൂടാ. അങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ കേൾക്കേണ്ടി വരും. കുടുംബക്കാരൊക്കെ കോണ്ടാക്ട്സിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വെല്ലുവിളികളൊക്കെ സ്റ്റോറി ഇടുന്ന ബിരുദന്മാരുണ്ട്. അവൻ ഇനി വോയിസിലൊക്കെ ഇടും, നിന്നെ ഞാൻ വെട്ടും, ഞാൻ നിന്നെ ഉടുത്ത് കളയും എന്നൊക്കെ. പ്ലീസ് നോട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് എന്തെങ്കിലും സാദൃശ്യം തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇമാജിനേഷൻ മാത്രമാണ് കേട്ടോ. അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അയക്കപ്പോൾ നിങ്ങൾക്ക് ക്യാപ്ഷൻ ഇടാൻ പറ്റില്ല. അതായത് ഒരു 10-15 ഡോക്യുമെൻ്റ് ഒരുമിച്ച് അയക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കി നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഏതാണതെന്നുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ഫോട്ടോ അയക്കുന്ന പോലെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് അയക്കാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് റിയാക്ഷൻ പ്രിവ്യൂ. ഇത് കുറച്ച് കഠിനമായ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ പണ്ടൊക്കെ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്മെങ്കിലും വരുമായിരുന്നു. ഇപ്പം ഇമ്മൊക്കെ പോയി, ഇപ്പം റിയാക്ഷൻ ആണല്ലോ. ഇനി റിയാക്ഷൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് എന്നെ വിളിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചു തരും. അതായത് റിയാക്ഷൻ പ്രിവ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, ദിസ് പേഴ്സൺ റിയാക്റ്റഡ് യുവർ മെസ്സേജ് വിത്ത് ദിസ് എന്നൊക്കെ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡിലുള്ള ചാറ്റൊക്കെ iOS-ലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഫൈനലായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവർക്ക് തന്നെ നിങ്ങൾ ഓൺലൈൻ ആണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ രാത്രി ആരും കാണാതെ ഈ ചാറ്റിലൊക്കെ ഇരിക്കുന്ന ബിരുദന്മാർക്കും വിരുദികൾക്കും നല്ല ഉപകാരപ്രദമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 5 അപ്ഡേറ്റുകളാണ് വരുന്നത്. സക്കറണ്ണൻ ഏത് പോക്കാണ് പോകണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തൊക്കെയോ വരാൻ കിടക്കുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും വരാട്ടാ. ബൈ.